ഇന്ന് നമുക്ക് ക്രീം ബേസിൽ വന്നിട്ടുള്ള കുറച്ച് സാരീസിൻ്റെ കളക്ഷനാണ് കാണിക്കുന്നത്. അതായത് ക്രീമിൽ എംബ്രോയ്ഡറി വർക്ക്, കട്ട് വർക്ക്, അല്ലാതെ വേറെ ഡിഫറെൻറ്റ് പാറ്റേണിലൊക്കെ വന്നിരിക്കുന്ന സെമി സിൽക്കിലും കോട്ട മെറ്റീരിയലിലൊക്കെ വന്നിരിക്കുന്ന സാരീസിൻ്റെ കളക്ഷനാണ്. അപ്പോൾ ഇതിനകത്ത് ഏതെങ്കിലും പീസസ് പർച്ചേസ് ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മുടെ വെബ്സൈറ്റ് ത്രൂ പർച്ചേസ് ചെയ്യാം, അല്ലെങ്കിൽ നമ്മുടെ വാട്സപ്പ് ത്രൂ പർച്ചേസ് ചെയ്യാം, അതല്ലെങ്കിൽ ഡയറക്റ്റ് ഷോപ്പിൽ വന്ന് പർച്ചേസ് ചെയ്യാം. നമ്മുടെ ഷോപ്പിൻ്റെ ലൊക്കേഷൻ കോതമംഗലത്ത് നിന്ന് മൂന്നാർ ഹൈവേയിൽ കുത്തുകുഴി എന്ന് പറയുന്ന സ്ഥലത്താണ്. അപ്പോൾ കോതമംഗലം ടൗണിൽ നിന്ന് ഒരു 2 to 3 കിലോമീറ്റേഴ്സേ ഉള്ളൂ നമ്മുടെ ഷോപ്പിലേക്ക്. അപ്പോൾ ഡയറക്റ്റ് വന്ന് പർച്ചേസ് ചെയ്യേണ്ടവർക്ക് അങ്ങനെയും പർച്ചേസ് ചെയ്യാം, അല്ല ഓൺലൈൻ വഴി പർച്ചേസ് ചെയ്യേണ്ടവർക്ക് അങ്ങനെയും പർച്ചേസ് ചെയ്യാം. അപ്പോൾ നമുക്ക് നോക്കാം ഇന്ന് വന്നിരിക്കുന്ന ഡിഫറെൻറ്റ് മെറ്റീരിയൽസ് ഏതൊക്കെയാണ്, ഡിഫറെൻറ്റ് വർക്കുകൾ ഏതൊക്കെയാണെന്ന് കാണാം. ഇന്നത്തെ നമ്മുടെ സാരീസ് കാണുന്നതിന് മുമ്പ് എനിക്കൊരു അനൗൺസ്മെൻ്റ് ഉണ്ട്. നമ്മുടെ ഫെബ്രുവരി മാസത്തെ യൂട്യൂബിലുള്ള വിന്നേഴ്സിനെയാണ് ഇന്ന് അനൗൺസ് ചെയ്യുന്നത്. അപ്പോൾ 3 പേരെയാണ് നമ്മൾ അതിന് വേണ്ടിയിട്ട് സെലക്ട് ചെയ്തിരിക്കുന്നത്. ഫസ്റ്റ് വന്നിരിക്കുന്നത് ശ്രീലത ലതയാണ് ഫസ്റ്റ് വിന്നർ വന്നിരിക്കുന്നത്. സെക്കൻഡ് വിന്നർ വന്നിരിക്കുന്നത് ശ്രീനീഷ ശ്രീധരൻ, തേർഡ് വിന്നർ ബീന മാത്യു. ഈ 3 പേരെയാണ് ഈ ഫെബ്രുവരിയിലെ വിന്നറായിട്ട് നമ്മൾ അനൗൺസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇവർ 3 പേരും നമ്മുടെ വാട്സപ്പ് നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക, നമ്മൾ ഗിഫ്റ്റ് അയച്ചു തരുന്നതായിരിക്കും. അപ്പോൾ ഇത് എല്ലാ മാസവും നമ്മൾ നടത്തുന്നുണ്ട്. അപ്പോൾ അത് വിന്നറാകാൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്യേണ്ട കാര്യം, നമ്മുടെ പേജ് ഒന്ന് ഫോളോ ചെയ്യുക, വീഡിയോയുടെ താഴെ കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, വീഡിയോസ് ഷെയർ ചെയ്യുക. ഇത്രയും ചെയ്താൽ മതി. പിന്നെ നമ്മുടെ യൂട്യൂബിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഇൻസ്റ്റയിലൊക്കെ ആണെങ്കിൽ ഫോളോ ചെയ്യുക, യൂട്യൂബിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഇത്രയും ചെയ്താൽ മതി. നമ്മൾ എല്ലാ മാസവും നറുക്കിട്ട് ഇങ്ങനെ വിന്നേഴ്സിനെ തിരഞ്ഞെടുക്കുന്നുണ്ട്. അപ്പോൾ അതിനകത്ത് എല്ലാവരും പാർട്ടിസിപ്പേറ്റ് ചെയ്യുക, വിന്നറാകുക. താങ്ക് യു. ഫസ്റ്റ് വരുന്നത് കോട്ട മെറ്റീരിയലിൽ ഇതൊരു ലൈറ്റ് ക്രീം ഷെയ്ഡാണ് കേട്ടോ. ലൈറ്റ് ക്രീം ഷെയ്ഡിൽ ഇതേപോലെ ഓൾ ഓവർ ദ ബോഡി എംബ്രോയ്ഡറി വർക്കാണ് വരുന്നത്. എന്നിട്ട് അതിൻ്റെ ബോർഡർ ഇതേപോലെയാണ്. ബോർഡറിൻ്റെ ത്രെഡ് വീവ് ഡിസൈൻ. ഇത് കസവൊന്നും ഇല്ല കേട്ടോ, എല്ലാം ത്രെഡിൻ്റെ വീവാണ്. 2540 ഇതിൻ്റെ റേറ്റ് വരുന്നത്. ഇതാണ് അതിൻ്റെ മുന്താണി വരുന്നത്. മുന്താണിയും അതേപോലെ ത്രെഡ് വീവിലാണ് വന്നിരിക്കുന്നത്. ബ്ലൗസ് വരുമ്പോൾ നമുക്ക് ആ സെയിം ടോണിൽ തന്നെ വരുന്ന ബ്ലൗസ്. എന്നിട്ട് അതിൻ്റെ സ്ലീവ് എൻഡിൽ ബ്ലൗസ് വരുമ്പോൾ കോട്ട മെറ്റീരിയൽ അല്ല, അല്പം കൂടെ കോട്ടൺ ബ്ലെൻഡ് ആയിട്ടുള്ള വേറൊരു മെറ്റീരിയലാട്ടോ ബ്ലൗസ് വരുന്നത്. അതിൻ്റെ സ്ലീവ് എൻഡിൽ ഇതേപോലെ ബോർഡർ വരും. 2580. നല്ല ലൈറ്റ് വെയ്റ്റ് ആയിട്ടുള്ള മെറ്റീരിയലാണ്. നമുക്ക് സ്റ്റാർച്ച് ചെയ്യുകയൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. വാഷ് ചെയ്ത് ഉപയോഗിക്കാവുന്ന മെറ്റീരിയൽ, റഫ് യൂസ് ചെയ്ത് ഉപയോഗിക്കാവുന്ന മെറ്റീരിയലാണ്. ഇതിൻ്റെ പ്ലീറ്റ് എടുക്കുന്ന ഭാഗത്തേക്ക് വരുമ്പോൾ താഴേക്കാണ് കേട്ടോ വർക്ക് വരുന്നത്. ഇങ്ങനെയാണ് അപ്പർ പോർഷൻ പ്ലെയിൻ ആയിട്ട് താഴേക്ക് വർക്ക് വരും. 2540 ഈ സാരീസിൻ്റെ എല്ലാം റേറ്റ് വരുന്നത്. ലൈറ്റ് വെയ്റ്റ് സാരീസാണ്. ആർക്കും ഉപയോഗിക്കാൻ, പ്രായമായിട്ടുള്ളവർക്കൊക്കെ ഇങ്ങനെ ലൈറ്റ് വെയ്റ്റ് സാരീസ് വേണം എന്നുള്ളവർക്ക് നല്ല അടിപൊളി സാരീസാണിത്. അടുത്തത് വരുന്നത് ഡിഫറെൻറ്റ് മെറ്റീരിയലിലാട്ടോ ഇന്നത്തെ സാരീസ് വരുന്നത്. ഇത് വരുന്ന സെമി സിൽക്കിൽ കട്ട് വർക്ക് ആൻഡ് എംബ്രോയ്ഡറി വർക്ക് വന്നിരിക്കുന്ന സാരി. ഇതിൻ്റെ ബോർഡറിൽ ഇതേപോലെ കട്ട് വർക്കും എംബ്രോയ്ഡറി വർക്കും കൂടിയാണ് വന്നിരിക്കുന്നത്. ഇതിൻ്റെ റേറ്റ് വരുന്നത് 2650. ഇതൊരു സെമി സിൽക്കാണ്, ക്രീം ഷെയ്ഡാണ്. ക്രീം ഷെയ്ഡിൽ ഓൾ ഓവർ ദ ബോഡി ഇതേപോലെ ഡിസൈൻ വരും. മുന്താണിയിലേക്കും ആ ഡിസൈൻ അങ്ങനെ വന്നിട്ടുണ്ട്. സെയിം കട്ട് വർക്ക് ആൻഡ് എംബ്രോയ്ഡറി വർക്ക്. ഇതും അതേപോലെ തന്നെ നമുക്ക് പ്ലീറ്റ് എടുക്കുന്ന ഭാഗത്തേക്ക് ലോവർ ഹാഫിലാണ് വർക്ക് വരുന്നത്. പിന്നെ ഇതിൻ്റെ ബ്ലൗസ് വരുമ്പോൾ, ഇതിൻ്റെ ബ്ലൗസ് എനിക്ക് തോന്നുന്നു പ്ലെയിൻ ആണെന്ന് തോന്നുന്നു അല്ലേ, പ്ലെയിൻ ബ്ലൗസ് അല്ലേ, പ്ലെയിൻ ആട്ടോ. ഇതിൻ്റെ ബ്ലൗസ് പ്ലെയിൻ ബ്ലൗസ്, സെയിം ടോണിൽ വരുന്ന പ്ലെയിൻ ബ്ലൗസ്. സെമി സിൽക്കിൽ വരുന്ന സാരീസാണ്. എല്ലാം ലൈറ്റ് വെയ്റ്റ് ആണ്. ഈ സാരീസ് എല്ലാം വാഷ് ചെയ്തൊക്കെ ഉപയോഗിക്കാവുന്ന സാരീസ്. നമുക്കൊരു ഈസ്റ്ററിനോ ഹോളി കമ്മ്യൂണിയനോ ബാപ്റ്റിസത്തിനോ ഒക്കെ കൊടുക്കാൻ പറ്റുന്ന ടൈപ്പ് സാരീസ്. അടുത്തത് വരുന്നത് സെമി സിൽക്കിൽ കോൺട്രാസ്റ്റ് ത്രെഡ് വെച്ചിട്ട് ക്രോസ് സ്റ്റിച്ച് എംബ്രോയ്ഡറി ചെയ്ത് വന്നിരിക്കുന്ന സാരീസ്. ഇതിൻ്റെ റേറ്റ് വരുന്ന 1780, 1780. ഇതേപോലെ ക്രോസ് സ്റ്റിച്ച് എംബ്രോയ്ഡറി വന്നിട്ടുള്ള സാരീസ്. ടാസൽസൊക്കെ അറ്റാച്ച്ഡ് ആണ്. ബ്ലൗസ് വരുമ്പോൾ നമുക്ക് പ്ലെയിൻ ബ്ലൗസാണ് വരുന്നത്. സെയിം കളറിൽ തന്നെ വരുന്ന പ്ലെയിൻ ബ്ലൗസ്. ഇതും നമുക്ക് എല്ലാ സാരീസിലെയും പോലെ തന്നെ പ്ലീറ്റ് എടുക്കുന്ന ഭാഗത്തേക്ക് വരുമ്പോൾ ലോവർ പോർഷനിലാണ് കേട്ടോ വർക്ക് വരുന്നത്. ഇങ്ങനെയാണ് വർക്ക് വരുന്നത്. ഇതിൻ്റെ ഡിഫറെൻറ്റ് കളർ ഷെയ്ഡ്സ് വന്നിട്ടുണ്ട്. 1780. അടുത്തത് വരുന്നത് അതിൻ്റെ തന്നെ വേറൊരു കളർ ടോൺ. അടുത്ത കളർ ടോൺ സെയിം പാറ്റേൺ തന്നെ, കളർ ടോൺ മാത്രം ഡിഫറെൻറ്റ്. $1780. അടുത്തത് വരുന്നത് അതിൻ്റെ എംബ്രോയ്ഡറിയുടെ കളർ വേറൊരു കളറാണ് വരുന്നത്.
ഇങ്ങനെ വരും. ഇതെ അടുത്തത് വരുന്നത് ഇത് 1780. ബ്ലൗസ് ഇതിനകത്ത് ബ്ലൗസ് സെപ്പറേറ്റ് ആയിട്ടാട്ടോ, പ്ലെയിൻ ബ്ലൗസാണ്, സെയിം ടോണിൽ നിൽക്കുന്ന പ്ലെയിൻ ബ്ലൗസ്. അടുത്തത് വരുന്നത് അതിൻ്റെ വേറൊരു ടോൺ. ഇതാണ് അടുത്ത ടോൺ വരുന്നത്. എംബ്രോയ്ഡറി വർക്കിൽ വന്നിരിക്കുന്ന ഡിഫറൻസ് മാത്രമേ ഉള്ളൂ കേട്ടോ. കളർ ബേസ് കളറെല്ലാം സെയിം തന്നെയാണ്. ഒരു ക്രീം ഷെയ്ഡാണ് ബേസ് കളർ വന്നിരിക്കുന്നത്. 1780. എല്ലാം ലൈറ്റ് വെയ്റ്റ് സാരീസാണ്, ഉടുക്കാനും നല്ല കംഫർട്ടബിൾ ആയിട്ടുള്ള സാരീസ്. നമുക്ക് വാഷ് ചെയ്ത് ഉപയോഗിക്കാവുന്ന സാരീസാണ് കേട്ടോ ഇതെല്ലാം. അടുത്ത് വന്നിരിക്കുന്ന സെയിം മെറ്റീരിയലിൽ തന്നെ ഡിസൈൻ വ്യത്യാസമുണ്ട്. 1780 തന്നെയാണ് റേറ്റ് വരുന്നത്. ഇതാണ് അടുത്ത ഡിസൈൻ വരുന്നത്. അടുത്ത ഡിസൈൻ ഇങ്ങനെ വരും. ലാവൻഡർ പർപ്പിൾ കോമ്പിനേഷനിലാണ് അതിൻ്റെ വർക്ക് വന്നിരിക്കുന്നത്. വൈറ്റ് ഇതാണ് അതിൻ്റെ അടുത്ത കളർ വന്നിരിക്കുന്നത്. സെയിം ടോണിൽ തന്നെ അടുത്ത കളർ ഇങ്ങനെ വരും. 1780. അടുത്തത് വരുന്നത് നമുക്ക് വേറൊരു പാറ്റേൺ കേട്ടോ. ഇത് നമുക്ക് ചന്തേരി മെറ്റീരിയലിൽ വരുന്ന ഒരു സാരി. അതിൻ്റെ റേറ്റ് വരുന്നത് 3580. ഇതും ഒരു ഓഫ് വൈറ്റ് എന്ന് പറയാം. ഓഫ് വൈറ്റ് ടോണിലേക്ക് വരും. ഇത് ഇങ്ങനെയാണ് കേട്ടോ അതിൻ്റെ ഡിസൈൻ വരുന്നത്. ഇങ്ങനെയാണ് തിരിഞ്ഞു പോയി. ചന്തേരി മെറ്റീരിയലാണ്, നല്ല ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ള മെറ്റീരിയലാണ്. ഇങ്ങനെയാണ് അതിൻ്റെ എംബ്രോയ്ഡറി വർക്ക് വരുന്നത്. ചന്തേരിയിൽ ഇങ്ങനെ എംബ്രോയ്ഡറി വർക്ക് വരും. ഓൾ ഓവർ ദ ബോഡി ഇങ്ങനെ വർക്ക് വരും. 2 ബോർഡേഴ്സ് ഇതുപോലെ 2 ബോർഡേഴ്സ് വന്നിട്ടുണ്ട്. നല്ല ഭംഗിയുള്ള സാരിയാട്ടോ. എൻ്റെ മുന്താണി വരുമ്പോൾ ഇതേപോലെ തന്നെ ഈ ബോർഡറിൽ വന്നിരിക്കുന്നതുണ്ടല്ലോ, ഒരു ലൈറ്റ് ബ്രൗണും സിൽവറും കൂടെ ചേർന്നിട്ടുള്ള എംബ്രോയ്ഡറി വർക്കാണ് ബോർഡറിൽ വന്നിരിക്കുന്നത്. അതേപോലെ തന്നെ ലൈറ്റ് ബ്രൗൺ ആൻഡ് സിൽവറിൽ വന്നിരിക്കുന്ന മുന്താണി. നല്ല ലൈറ്റ് വെയിറ്റ് ആട്ടോ സാരി. ചന്തേരി മെറ്റീരിയൽ ആയതുകൊണ്ട് തന്നെ നല്ല ലൈറ്റ് വെയിറ്റിൽ വന്നിരിക്കുന്ന സാരിയാണ്. ഇതിൻ്റെയും പ്ലീറ്റ് എടുക്കുന്ന ഭാഗത്തേക്ക് വരുമ്പോൾ നമുക്കിങ്ങനെ ലോവർ പോർഷനിലേക്കാണ് വർക്ക് വരുന്നത്. ഇതിൻ്റെ ബ്ലൗസ് വരുമ്പോൾ നമുക്ക് അതായത് സെയിം കളറിൽ തന്നെ വന്നിട്ട് സ്ലീവ് എൻഡിൽ ഈ ബോർഡർ വരുന്ന ബ്ലൗസ്. നല്ല സൂപ്പർ സാരിയാട്ടോ. ചന്തേരി മെറ്റീരിയൽ വന്നിരിക്കുന്ന സാരി. അപ്പോൾ എല്ലാവർക്കും ഉടുക്കാനും നല്ല കംഫർട്ടാണ്. നമുക്ക് ചൂടൊന്നും എടുക്കുന്ന മെറ്റീരിയലും അല്ല. അടുത്തത് വരുന്നത് നമുക്ക് അതേപോലെ തന്നെ ഒരു ഓഫ് വൈറ്റ് ടോണിൽ തന്നെ. ഇത് കോട്ട മെറ്റീരിയലാട്ടോ. ഇതിനകത്ത് വന്നിരിക്കുന്ന ഒരു ടൈപ്പ് ഓഫ് ഒരു കോട്ട മെറ്റീരിയൽ. അതിനകത്ത് ഇതേപോലെ എംബ്രോയ്ഡറി വർക്കാണ് വന്നിരിക്കുന്നത്. അതിൻ്റെ ബോർഡർ കണ്ടോ, ബോർഡർ ഇങ്ങനെ ഒരു സിൽവർ ഡിസൈനിലാണ്, ത്രെഡ് വീവിലാണ് ബോർഡർ വന്നിരിക്കുന്നത്. മുന്താണി വരുമ്പോഴും അതേപോലെ ഒരു സിൽവർ ലൈൻസിൻ്റെ പാറ്റേണിലാണ് മുന്താണി വരുന്നത്. ബ്ലൗസ് വരുമ്പോൾ അതേപോലെ, ബ്ലൗസ് വരുമ്പോൾ കോട്ട മെറ്റീരിയൽ അല്ല, ഒരു കോട്ടൺ ബ്ലെൻഡ് ആയിട്ടുള്ളൊരു മെറ്റീരിയലിൽ ഇതേപോലെ സ്ലീവ് എൻഡിൽ ഈ ഒരു ബോർഡർ വരും. ഇതിൻ്റെ റേറ്റ് വരുന്നത് 2750. 2750. 2750 റേഞ്ചിൽ വന്നിരിക്കുന്ന കോട്ട മെറ്റീരിയലിൽ വരുന്ന സാരി. ഇതും നമുക്ക് സ്റ്റാർച്ച് ചെയ്യേണ്ടതൊന്നും ആവശ്യമില്ല. നല്ല ലൈറ്റ് വെയിറ്റ് ആണ്, കംഫർട്ടബിളായിട്ട് ഉടുക്കാൻ പറ്റുന്ന സാരി. അതിൻ്റെ തന്നെ കോട്ടയുടെ തന്നെ അടുത്ത ഡിസൈൻ. ഇതാണ് കോട്ടയുടെ അടുത്ത ബോഡിയിൽ വന്നിരിക്കുന്ന ഡിസൈൻ വന്നിരിക്കുന്ന ഒരു പീച്ച് ഗ്രേ ആൻഡ് ഗ്രീൻ കോമ്പിനേഷനിൽ 2750.
ഒരു ഓഫ് വൈറ്റ് ടോണാണ് കേട്ടോ. അടുത്തത് വരുന്നത് ഇതേ അടുത്ത കളർ ഇതാണ്. അടുത്ത കളർ വന്നിരിക്കുന്നത് 2750. ഓഫ് വൈറ്റ് ടോണിൽ നല്ല ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ള സാരീസാണ്. മെയിൻറ്റെയിൻ ചെയ്യാനും നല്ല ഈസിയാണ്. സ്റ്റാർച്ച് ചെയ്യുകയൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. അടുത്തത് വരുന്നത് നമുക്ക് പ്യുവർ വൈറ്റിൽ വന്നിരിക്കുന്ന ഒരു സാരി. ഇതേ പ്യുവർ വൈറ്റിൽ വന്നിരിക്കുന്ന സാരി. ഇതേ ഇതുപോലെ തിരിച്ച് ബോഡിയിൽ ഇതേപോലെയാണ് ഒരു സിൽവർ ആൻഡ് വൈറ്റ് ത്രെഡിൽ വന്നിരിക്കുന്ന എംബ്രോയ്ഡറി വർക്ക്. ബോഡി ഫുൾ ഇതേപോലെ സിൽവർ ആൻഡ് വൈറ്റ് ത്രെഡിലാണ് എംബ്രോയ്ഡറി വർക്ക് വന്നിരിക്കുന്നത്. ഇതൊരു സെമി ടസർ മെറ്റീരിയൽ എന്ന് പറയാം. ഒരു കോസ ടസർ എന്നൊക്കെ പറയുന്ന പോലുള്ള ഒരു മെറ്റീരിയലാണ്. 2990 ഇതിൻ്റെ റേറ്റ് വരുന്നത്. ഇതിൻ്റെ ബ്ലൗസ് വരുമ്പോൾ ഇതേപോലെ സിൽവർ വർക്ക് വരുന്ന ബ്ലൗസ്. അതേപോലെ ഇതിൻ്റെ മുന്താണിയുടെ ഡിസൈൻ വരുന്നത് ഇതാട്ടോ. ഇതിൻ്റെ മുന്താണിയുടെ ഡിസൈൻ വരുന്നത് ഇങ്ങനെ വരും. ഇതാണ് മുന്താണിയുടെ ഡിസൈൻ വരുന്നത്. 2990 റേഞ്ചിൽ വരുന്ന സാരീസ്. പ്യുവർ വൈറ്റ് ആണ്. ഇതും പ്ലീറ്റ് എടുക്കുന്ന ഭാഗത്തേക്ക് വരുമ്പോൾ നമുക്ക് ലോവർ ഹാഫിലാണ് വർക്ക് വരുന്നത്. 2990 റേഞ്ചിൽ വന്നിരിക്കുന്ന സാരി. ഒരു കോസ ടസർ ആ ഒരു ടൈപ്പ് മെറ്റീരിയലാണ് കേട്ടോ. ഇത്രയുമാണ് നമ്മുടെ ഇന്നത്തെ ക്രീം ആൻഡ് വൈറ്റ് ഓഫ് വൈറ്റ് സാരീസിൻ്റെ കളക്ഷൻസ്. ഇതിനകത്ത് ഏതെങ്കിലും പീസസ് ഇഷ്ടപ്പെട്ടതുണ്ടെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്ത് വന്നെങ്കിൽ നമ്മുടെ വാട്സപ്പിലേക്ക് അയച്ചു തരിക, അല്ലെങ്കിൽ നമ്മുടെ വെബ്സൈറ്റ് ത്രൂ പർച്ചേസ് ചെയ്യുക, അല്ലെങ്കിൽ നമുക്ക് ഷോപ്പിൽ ഡയറക്റ്റ് വന്ന് പർച്ചേസ് ചെയ്യുക. പുതിയ കളക്ഷൻസുമായി നമുക്ക് വീണ്ടും കാണാം. ടിൽ ദെൻ ബൈ, ടേക്ക് കെയർ.